ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BBA വിത്ത് ഏവിയേഷൻ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ BBAനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്ന സ്പെസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് വരുന്നതാണ് BBA ഏവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ പല കുട്ടികളുടെയും ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏവിയേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈലറ്റ് ആവാൻ പറ്റും എന്നുള്ളതൊക്കെയാണ്. പക്ഷെ ഏവിയേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈലറ്റ് എന്നുള്ള മേഖലയ്ക്കല്ല, നമുക്ക് എയർപോർട്ടിലായിരിക്കും നമുക്ക് ജോലി കിട്ടുന്നത്. ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് നമ്മുടെ ഏവിയേഷൻ വരുന്നത്. അതിൽ BBA ഏവിയേഷൻ മാത്രമാണ് നമുക്ക് എയർപോർട്ടിൽ എൻട്രി മുതൽ നമുക്ക് അവിടെ വരുന്ന എല്ലാ ജോലികളും നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൽ നമുക്ക് എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫ് വരുന്നുണ്ട്, അതുപോലെ ഏവിയേഷൻ സെക്യൂരിറ്റി ഓഫീസറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ എയർക്രാഫ്റ്റ് ടെക്നീഷ്യനായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ ഫ്രണ്ട് ലൈൻ ഓഫീസറായിട്ട്, അങ്ങനെ ഒത്തിരി മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഏവിയേഷൻ പഠിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പൊ BBA വിത്ത് ഏവിയേഷൻ മാത്രമാണെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ മാത്രമായിരിക്കും നമുക്ക് ജോലി കിട്ടുന്നത്. അപ്പൊ നമുക്കൊരു കാർഗോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ ഏവിയേഷന് കൂടെ നമുക്ക് ലോജിസ്റ്റിക്കും കൂടി ചെയ്യാവുന്നതാണ്. അതായത് BBA ഏവിയേഷൻ പ്ലസ് ലോജിസ്റ്റിക്. അപ്പൊ കുറച്ചും കൂടി ഒരു ഫീസിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവുന്നല്ലാണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി കുറച്ചും കൂടി ഇവർക്ക് കൂടുതലായിട്ട് കിട്ടുന്നതാണ്. ഇപ്പൊ നമുക്ക് ഭാവിയിലേക്ക് നമുക്ക് എയർപോർട്ടിൽ നമുക്ക് ലാംഗ്വേജിനൊക്കെ ബുദ്ധിമുട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് കൂടെ ഏവിയേഷൻ പ്ലസ് ലോജിസ്റ്റിക് നമുക്ക് എടുക്കുന്നത് എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലൊരു കാര്യമാണ്. ഇപ്പൊ ഇതിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ആണ് ഇതിന്റെ സിലബസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ എല്ലാതും നമ്മൾ എയർപോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ മാനേജ്മെന്റും ഇതിനകത്ത് നമുക്ക് കവർ ചെയ്യുന്നതാണ്. പിന്നെ ഓൾമോസ്റ്റ് ഒരു ബേസിക് സാലറി എന്ന് പറയുന്നത് 25,000 മുതൽ നമുക്കൊരു ബേസിക് സാലറി നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമുക്കറിയാം കേരളത്തിന് ഒരു 4 എയർപോർട്ടുകളാണുള്ളത്. എയർപോർട്ട് പറഞ്ഞാൽ നമുക്ക് പല രാജ്യങ്ങൾ നമ്മൾ ബന്ധിപ്പിക്കുന്ന ഒരു പോർട്ടിനാണ് എയർപോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ജോലി ചെയ്യുന്നതിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. മെയിൻലി നമുക്ക് ടൈം കാൽക്കുലേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം, അതുപോലെ എയർലൈൻ കോഡ്, എയർപോർട്ട് കോഡ്, അതുപോലെ എയർ ട്രാഫിക് കോൺസെപ്റ്റ്, ഇതിനെ പറ്റി നമുക്ക് ബേസിക് ആയിട്ടുള്ള ധാരണ നമുക്ക് അറിഞ്ഞിരിക്കണം മസ്റ്റ് ആയിട്ടും. ഈ ഒരു മേഖലയിലാണ് നമുക്ക് കരിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ 3 ഇയർ ആണ് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 3.25 ലക്ഷം രൂപയാണ് ഇതിന്റെ ഒരു ഫീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഡിപ്പെൻസ് ഓൺ കോളേജ് നമുക്ക് ഫീസിൽ ചേഞ്ച് വരാവുന്നതാണ്. അതിൽ വിത്തൗട്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അടക്കമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. 3.25 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫുഡ് ആൻഡ് അക്കോമഡേഷന് പുറമേ വരുന്നതാണ്. ഒരു ലോൺ ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഒത്തിരി പിള്ളേരുടെ ഒരു ആഗ്രഹമാണ് എയർപോർട്ടിലൊക്കെ ഒരു ജോലി എന്നുള്ളത്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പൊ നമുക്കൊരു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പൈലറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏവിയേഷൻ അല്ല നമ്മൾ പഠിക്കേണ്ടത്. ഏവിയേഷൻ ജസ്റ്റ് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ് BBA എന്ന് പറഞ്ഞാൽ. അതിന് കൂടെ ആഡ് ഓൺ വരുന്നതാണ് ഏവിയേഷൻ. അത് നമുക്ക് ഈ പറയുന്ന എയർപോർട്ടിലാണ് നമുക്ക് ജോലി കിട്ടുന്നത്. നമുക്ക് പൈലറ്റ് ആവണമെന്നുള്ളതാണെങ്കിൽ നമുക്കൊരു DGC എന്ന് പറഞ്ഞ വേറൊരു എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യണം. അത് എൻട്രൻസ് എക്സാം ആണ്. അതിൽ ക്വാളിഫൈഡ് ആയി മാത്രമേ നമുക്ക് പൈലറ്റ് എന്ന രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എയർപോർട്ടിൽ എന്താണ് നമുക്ക് ജോലി കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ ഏവിയേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ബെറ്റർ നിങ്ങൾക്ക് ഓപ്ഷൻ എടുക്കുന്നത് BBA ഏവിയേഷൻ പ്ലസ് ലോജിസ്റ്റിക്. അതാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ജോലി സാധ്യത കൂടുതലായിട്ടുള്ളൊരു മേഖലയാണ്. ഓക്കെ, മാത്രമല്ല ഇപ്പോ ഈ വർഷങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കേരളത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് BBA ഏവിയേഷൻ ഒക്കെ. ഒന്നുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ലാംഗ്വേജ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിന് പുറത്ത് പോവാണ് നല്ലത്. ഇനിയിപ്പോ കേരളത്തിൽ പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അതിൽ ലാംഗ്വേജ് സ്കില്ല് കുറച്ചുകൂടി ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ബെറ്റർ ഓപ്ഷൻ ആണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ എയർപോർട്ടിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിലെ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷ് മാത്രമല്ല ഹിന്ദി, ഇംഗ്ലീഷ് പറഞ്ഞ ലാംഗ്വേജ് ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ലാംഗ്വേജ് കുറച്ചുകൂടി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. അല്ല നിങ്ങൾക്ക് എയർപോർട്ടിൽ വർക്ക് വേണം, മീൻസ് എയർപോർട്ടിലാണ് ഈ ഒരു മേഖലയിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹം, പക്ഷെ ലാംഗ്വേജ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏവിയേഷൻ കൂടെ നിങ്ങൾ ലോജിസ്റ്റിക്കും കൂടി ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു.